എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ചില ആൾക്കാരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആസ്ട്രോ ടോക്ക്, അസ്ട്രോളജി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ്, ആക്ടേഴ്സ്, അതിപ്പോൾ പല ലാംഗ്വേജിലും, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കുറേയധികം ലാംഗ്വേജുകളിൽ ഈ ആപ്പിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം വീഡിയോകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പോയി ചാടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് മതം, ഒന്ന് രാഷ്ട്രീയം, ഒന്ന് വിദ്യാഭ്യാസം. അതിനകത്ത് മതത്തിൻ്റെ ഒരു കീഴിൽ വരുന്നൊരു സാധനമാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത്. അസ്ട്രോളജി മോശമൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ആൾക്കാർ, ഞാൻ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു അസ്ട്രോളജർ ഉണ്ട്. അദ്ദേഹം ഒരു വഴികാട്ടിയെ പോലെ എനിക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളാണ്. അസ്ട്രോളജി മോശമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അസ്ട്രോളജിയുടെ മറവിൽ പാവപ്പെട്ട ജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെയും അതുപോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. പല ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, കഥയുണ്ടാക്കി ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് വീഴുന്നുണ്ട്. ഈ കഥ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക, കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട്. നല്ലൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു ഫേക്ക് പ്രൊമോഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫേക്ക് പ്രൊമോഷനാണ്. അവരുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചിരുന്ന സമയത്ത് അസ്ട്രോടോക്കാണ് യൂസ്ഫുൾ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ഈ ഇൻഫ്ലുവൻസർ എന്ന വാക്കുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവരുടെ ജീവിതം കണ്ടിട്ട്, ഇപ്പം ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, ഇതിനകത്ത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ 50K എബോ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, കൂടുതലും ഇത്തരം പ്ലാറ്റ്ഫോംകാർ സമീപിക്കുന്നത് ഫാമിലി വ്ളോഗേഴ്സിനെയാണ്. ഒരിക്കലും റിയാക്ഷൻ വ്ളോഗേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ വരാറില്ല. ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിക്കും. അത് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വീഡിയോ കാണുന്ന ആൾക്കാർ അതിൽ ഇൻഫ്ലുവൻസർ ആവുകയാണ്. അയ്യോ, ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നോ, അപ്പോൾ ഇവർ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലിയർ ചെയ്തത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരും അതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. അതിപ്പോൾ അസ്ട്രോളജി ആയിക്കോട്ടെ, ഈ പറയുന്ന ഇൻഫ്ലുവൻസർ മാർക്കറ്റ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ചില കഥകളാണ് നമുക്കിന്ന് കാണിക്കാനുള്ളത്. ആ കഥയ്ക്കകത്തുള്ള കള്ളങ്ങളാണ്. ചില ആൾക്കാരുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിന് മുൻപായിട്ട് ഈ ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ ജന്മം, ഉദയം എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്കൊരു വീഡിയോ കാണാം. ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അത് ആദ്യം കേൾക്കാം. ഞാൻ ഒരാളുടെ ഫോട്ടോ കാണിച്ചു തരാം. ഇത് ആരാന്ന് അറിയോ നോക്കണേ. ഡെയിലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടറുമായിട്ട് ഇൻസ്പയറിങ് ആൻഡ് ക്രിഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറി ഞാൻ പറയാം. അപർണ ബാലമുരളി തൊട്ട് അനുശ്രീ വരെ, ഹിന്ദിയിലാണെങ്കിൽ രൺബീർ തൊട്ട് ശ്രദ്ധ കപൂർ വരെ എല്ലാവരും ഡെയിലി ഒരു പുതിയ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആസ്ട്രോ ടോക്കിൻ്റെ ഫൗണ്ടറായിട്ടുള്ള പുനീത് ഗുപ്തയാണ്. അയാളുടെ സ്റ്റോറി ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ അയാളുടെ ലിങ്ക്ഡിൻ പോയി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു വെറുതെ പറയണല്ലോ, അവിടുന്ന് വായിച്ചൊരു സാധനമാണ്. ഇയാളൊരു മിഡിൽ ക്ലാസ് ബോയ് ആണ്. ഇയാൾക്ക് ഒരു അപ്പർ മിഡിൽ ക്ലാസ് പെൺകുട്ടിയുമായിട്ട് പ്രേമം ഉണ്ടാകുന്നു. 9 to 5 ജോബുള്ള ഒരു സാധാരണക്കാരൻ. പക്ഷേ ഒരു ദിവസം ഇവർ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ കാലിൽ ഒരു കാർ വന്ന് ചെളിയെറിപ്പിച്ചു. അപ്പോൾ ഇവൾ ഭയങ്കര ചൂടായി. ഞാൻ ബെൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്കിതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഇവൻച്വലി ബ്രേക്കപ്പ് ആവുകയാണ്. സോ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് മനസ്സിലാക്കിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല മാർഗ്ഗം ആസ്ട്രോളജി വിൽക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞത്. അതിന് അയാൾ ആദ്യം ഒരു IT സർവീസ് കമ്പനി നടത്തി, അത് പൂട്ടിപ്പോയി. അത് പൂട്ടും എന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതൊരു കോവർക്കർ പറഞ്ഞിരുന്നു ഇത്രയും ആസ്ട്രോളജി നോക്കിയിട്ട്. അങ്ങനെയാണ് ഇയാൾ ആസ്ട്രോ ടോക്കിലേക്ക് എത്തുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ബേസിക്കലി പൈസ ഉണ്ടാക്കാൻ ഇത്രയും നല്ല സാധനം വേറെ ഇല്ലാന്ന് മനസ്സിലാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇയാൾക്ക് ആസ്ട്രോളജിയുമായിട്ട് കുടുംബപരമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. മൂലക്കുരുവിന് ചികിത്സിക്കുന്ന ഏതൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് പുനീതിൻ്റെ ഒരു വളർച്ച സൂചിപ്പിക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അതിന് മുന്നത്തെ ഇയറിനേക്കാൾ 85% റവന്യൂ വർധനമാണ് ഈ ആസ്ട്രോ ടോക്കൻ ഉണ്ടായിട്ടുള്ളത്. ഡെയിലി യൂസേഴ്സ് മില്യൺസ് ആണ് ഇവരുടെ. ഡെയിലി വരുമാനം 50-60 ലക്ഷം രൂപയാണ്. ഇവരുടെ വരുമാനത്തിന്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ട് 25% പോകുന്നത് ഈ സെലിബ്രിറ്റി ആടുകളിലേക്കാണ്. അതുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ബർത്ത് ചാർട്ട് നോക്കിയോ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ, നിങ്ങൾ എന്തിലാണോ അഭിനയിക്കുന്നതൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ പണ്ട് കാനാടി ചാത്തൻ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ ഒരു ആഡ് വരുമായിരുന്നു. അതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പുതിയ AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നമ്മളുടെ ഒരു സയന്റിഫിക് ടെമ്പറി, നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എതിർത്ത ഒരുപാട് സാധനങ്ങളാണ് പുതിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ട് പുതിയ സെലിബ്രിറ്റികൾ അവരുടെ ഒരു താല്പര്യമൊക്കെ വെച്ചിട്ട് പൈസയും താല്പര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ആൾക്കാർ, അവരുടെ നമ്പർ ഓഫ് യൂസേഴ്സ് നിങ്ങൾ നോക്കണം. സോ എങ്ങോട്ടാണ് നമ്മുടെ ഒരു പോക്ക് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചേ ഉള്ളൂ, ആട് കണ്ടിട്ട് മടുത്തിട്ട്. കേട്ടല്ലോ. അപ്പോൾ പുനീത് ഗുപ്ത എന്ന് പറയുന്ന ആൾ അയാളുടെ സെൽഫായിട്ടുള്ള ഒരു പ്രോബ്ലം വന്നപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പൈസ ഉണ്ടാക്കണം, അതിന് വേണ്ടി തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദിവസവും പുതിയ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ പുതിയ സെലിബ്രിറ്റീസിൻ്റെ ആൾക്കാരെ യൂസ് ചെയ്തിട്ട് അവരുടെ സെലിബ്രിറ്റീസ് ഇൻ ദ സെൻസ് ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി വ്ളോഗേഴ്സിലുള്ള സ്ത്രീകളെയാണ് കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അവരെ കൊണ്ട് അവരുടെ ലൈഫ് സ്റ്റോറി, അവരുടെ വീട് വെച്ച കഥ, അവരുടെ കല്യാണം നടന്ന കഥ, ഇതൊക്കെ പറയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്.
ആ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ലെവലാണ് പറയുന്നത് അവതരിപ്പിക്കുന്നത്. നമുക്ക് എന്തായാലും 1-2 ആൾക്കാരുടെ അവതരണം ഒന്ന് കേൾക്കാം. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യുവാണ്. പല ആൾക്കാരുടെയും റിയാക്ഷൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ആൾക്കാരുടെ പ്രസൻറ്റേഷൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്യാം. നമുക്ക് ആദ്യം നോറ മുസ്കാൻ, അറിയാമായിരിക്കുമല്ലോ, ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ്. നോറയുടെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് നോറ പറയുന്നത്. നമുക്ക് കേട്ട് നോക്കാം. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. നോറ എന്താ പറയുന്നത്? വെൽക്കം ടു മൈ ഹോം ടൂർ. നോറയുടെ വീടായിട്ടാണ് നോറ ഈ വീടിനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇത് നോറയുടെ വീടാണോ? അല്ല, നോറയുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഈ ഫ്രണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും കൂടി ഈ വീടിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോറ ഇത് ഒരു കള്ളമാണ് നോറയുടെ ഫോളോവേഴ്സിനോട് കാണിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? ആസ്ട്രോ ടോക്ക് പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് കാശുണ്ടാക്കാൻ വേണ്ടി. ബാക്കിയേക്കാം. 10 years ആയിട്ട് ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതും സേവിങ്സ് ഉണ്ടാക്കിയതും. നോറയുടെ നൈറ്റ് ഷിഫ്റ്റ് ഇൻ ദ സെൻസ് ടാങ്കോ ആപ്പിൽ വീഡിയോ ചെയ്തതാണോ ഉദ്ദേശിച്ചത്? അല്ല, ഒരു സമയത്ത് നോറയുടെ പരിപാടി അതായിരുന്നു എന്നാണ് കേൾവി, കരക്കമ്പി. അപ്പോൾ അതായിരുന്നോ ഈ നൈറ്റ് ഷിഫ്റ്റ് എന്നുകൊണ്ട് നോറ ഉദ്ദേശിക്കുന്നത്? എന്തോ നമുക്കറിയില്ല കേട്ടോ. ബാക്കിയേക്കാം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഡ്രീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ നോക്കി തുടങ്ങിയപ്പോഴാണ് എവറിത്തിങ് വാസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പോൾ പിന്നെയും ഞാൻ കുറെ പ്രോജക്ട്സ് നോക്കി. അതിലൊരു പ്രോജക്റ്റ് എന്റെ ബഡ്ജറ്റിന് കിട്ടി. അങ്ങനെ ഞാൻ ടോക്കൺ കൊടുത്തു. ബട്ട് ഓൾ ഓഫ് എ സഡൻ ഞാൻ ഫൈനാൻഷ്യലി നല്ലോണം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ചെലവ് കൂടി, വർക്ക്സ് കുറഞ്ഞു തുടങ്ങി. ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള വീട് വാങ്ങുന്നത് ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോഴാണ് ഐ കെയിം അക്രോസ് ആസ്ട്രോ ടോക്ക്. ആസ്ട്രോ ടോക്കിലെ അഖില പറഞ്ഞ ഒരു ആസ്ട്രോളജർ ആയിട്ടാണ് ഞാൻ കണക്ട് ആയത്. ട്രസ്റ്റ് മീ, ഷീ ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്നോട് എന്റെ ഡേറ്റ് ഓഫ് പ്ലേസും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം ചോദിച്ചിട്ടുള്ളൂ. അത് കേട്ട പാട് ഞാൻ റീസെന്റ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ഷോക്ക്. എന്നോട് 3 കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞു. അതിൽ 2 of them turned out completely true. അപ്പൊ എനിക്ക് ടോട്ടലി ട്രസ്റ്റ് ആയി. ഒരു ഡ്രീം എന്ന് പറയുന്നത് വീട് വെച്ചു. പക്ഷേ ഇത് നാട്ടുകാരൻ്റെ വീട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ വീട്. എന്തേ നോറ വെച്ച വീട്ടിൽ നിന്ന് ആഡ് പ്രൊമോട്ട് ചെയ്തില്ല? എന്തേ നോറയുടെ ഉപ്പ ആ വീട്ടിലേക്ക് താമസിക്കാൻ വരാത്തത്? അല്ല, ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് വെച്ച വീടാണെങ്കിൽ ഉറപ്പായിട്ടും നോറയുടെ ഉപ്പ വരേണ്ടല്ലോ താമസിക്കാനായിട്ട്. അതെന്തേ? ബാക്കി പറ. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാ, വീടെടുക്കാൻ എപ്പോഴാ പറ്റുക, ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം സോർട്ടായി. എനിക്ക് ബിഗ് ബോസ് പോലും കിട്ടി. അപ്പോൾ ബിഗ് ബോസ് കിട്ടിയതും ആസ്ട്രോ ടോക്കിൽ പറഞ്ഞതിൻ്റെ പേരിലാണോ? അതറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഫോളോവേഴ്സിനെ പറ്റിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പം 10,000 അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 1,00,000 രൂപയൊക്കെ ആയിരിക്കും. ആ 1,00,000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും നാൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫോളോവേഴ്സിനെയാണ് നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും നോറയെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അമല പോൾ ചെയ്യുന്നുണ്ട്, മമത മോഹൻദാസ് ചെയ്യുന്നുണ്ട്, അപർണ ബാലമുരളി ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ യൂട്യൂബിലേക്ക് വരുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ശ്രീകുട്ടി ഒരു ഫാമിലി വ്ളോഗറാണ്. ശ്രീകുട്ടിയുടെ ഡെയിലി ഉള്ള വീഡിയോകൾ, അവരുടെ ഫാമിലി നടക്കുന്ന വിശേഷങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ടൂർ പോകുന്നത്, ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ഇവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവർ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഇവർ വീട് വെച്ച കഥയാണ്. ആക്ച്വലി ഒരു വീട് വെച്ചിട്ട് ഏകദേശം 3 വർഷങ്ങൾക്ക് മേളിലായി. കാരണം 3 വർഷം മുൻപ് ഇവരൊരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർ പറഞ്ഞിരുന്നത് ഇവരുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് ആ വീടിൻ്റെ പണിക്ക് മേൽനോട്ടം വഹിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കഥ മാറുകയാണ്. നമുക്ക് ശ്രീകുട്ടിയുടെ ആ കഥ ഒന്ന് കേട്ട് നോക്കാം. എന്താണ് ശ്രീകുട്ടിക്ക് ആ കഥയ്ക്കകത്ത് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. എൻ്റെ ഡെയിലി വ്ളോഗ്സിലൂടെ നമ്മുടെ ലൈഫും കാര്യങ്ങളും ഒക്കെ കാണുകയാണ്. പക്ഷെ അതിനു മുന്നേ കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വീട് എന്നുള്ളൊരു സ്വപ്നം അതൊക്കെ യാഥാർത്ഥ്യമാവാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. നമ്മൾ ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് അത് അട്രാക്റ്റീവായിട്ട് തോന്നും, കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും, ചിലർക്ക് അത് ഫാൻസി ആയിട്ട് തോന്നും. എന്തായാലും ഞാൻ ആ ഒരു വിശേഷം നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ. നിങ്ങൾ ആലോചിക്കുക, ശ്രീകുട്ടി പറയുന്നത് ശ്രീകുട്ടിയുടെ വീട് വെച്ച കഥയാണ്. ഇത് പറയുന്നത് ശ്രീകുട്ടിയുടെ വ്ളോഗിനകത്താണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ ആണെന്നോ അല്ലെങ്കിൽ ഇതൊരു പരസ്യമാണെന്നോ ഇത് ഒരു ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പരസ്യമാണെന്നോ ഒന്നും ശ്രീകുട്ടി പറയുന്നില്ല. എൻ്റെ ലൈഫിലുണ്ടായ എൻ്റെ വീട് വെച്ച ഇതിനകത്തുള്ള കഥ എന്ന് പറഞ്ഞാണ് പറയുന്നത്. ശ്രീകുട്ടിയുടെയൊക്കെ വീഡിയോ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് പ്രായമുള്ള ആൾക്കാരുണ്ടാവും, പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടാവും, പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവും, സാധാരണക്കാരുണ്ടാവും. ഇവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അയ്യോ ശ്രീകുട്ടിക്ക് ഇത്രയും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശ്രീകുട്ടി ഒരു ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു. ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സീരിയലിനകത്തുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ ആ കാലം മുതലേ ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീകുട്ടി. അപ്പോൾ ശ്രീകുട്ടിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഈ ആസ്ട്രോ ടോക്ക് എന്താണെന്നോ സോഷ്യൽ മീഡിയ അങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത ആൾക്കാർ ചിലപ്പോൾ ഇവരുടെ വീഡിയോ കാണാൻ വേണ്ടി മാത്രം കയറുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ ശരിക്കും ഇവർ പറ്റിക്കാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ പോലെയും നമുക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കില്ല സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപാട് തേടി നടന്നു. തേടി നടക്കും പല സ്ഥലങ്ങളും കാണുമ്പോൾ
ചിലപ്പോൾ ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ നമുക്ക് ബഡ്ജറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന കാര്യം കയ്യിൽ നിന്ന് പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല, അത് റിജക്റ്റഡ് ആകുന്ന പോലുള്ള ഒരു ഫീൽ ആയിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെയോ കുറേ തടസ്സങ്ങൾ, ഇപ്പോൾ വീട് വാങ്ങാൻ നമ്മൾ ഇറങ്ങി തിരിച്ചാലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫൈനലി നമ്മൾ ഒരു പ്രോപ്പർട്ടി കണ്ടായിരുന്നു. അവിടെ ഒരു 60,000 നമ്മൾ അഡ്വാൻസും കൊടുത്തായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോജക്റ്റ് അതിനെന്തോ ഒരു ഡിലേ വന്നു. ഡിലേ അല്ല, അതങ്ങ് ക്യാൻസൽ ആയിട്ട് 60,000 രൂപയും വെള്ളത്തിലായിട്ടോ. അതങ്ങനെ പോവും? ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്താ കാശ് തിരിച്ചു കിട്ടാത്തത്? ശ്രീകുട്ടി എന്തായാലും ഭയങ്കര പിശുക്കാണെന്ന് ശ്രീകുട്ടി തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അമ്മയ്ക്ക് പോലും മരുന്ന് മേടിക്കാൻ കാശ് കൊടുത്താൽ ആ കാശ് ചോദിച്ചു മേടിക്കുന്ന ഒരാളാണ് ശ്രീകുട്ടി എന്ന് ശ്രീകുട്ടിനെ പറയാറുണ്ട്. കാര്യം കാശിൻ്റെ വില എത്രയാണെന്ന് അറിഞ്ഞ ഒരാളാണെന്ന് ശ്രീകുട്ടി പല വ്ളോഗിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഞാൻ ചോദിക്കുകയാണ്, ഈ 60,000 രൂപ വെറുതെ കളഞ്ഞോ? അതിൻ്റെ ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ബാക്കി കേൾക്കാം. അങ്ങനെ അതുകൂടി ആയപ്പോൾ ആകെ കൂടി ഒരു വിഷമമായി. പിന്നെ നമ്മൾ അതൊരു സ്വപ്നം മാത്രമായിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഇതായി. ശരിക്കും പറഞ്ഞാൽ ഈ വീടാവുന്നതിന് മുന്നേ ഒരുപാട് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് EMIs, വേറെ മോളുടെ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഭയങ്കര നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിഷമമൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒരു ആസ്ട്രോളജറായിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രോ ടോക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിലൊരു ആസ്ട്രോളജറായിട്ട് സംസാരിച്ചപ്പോൾ ഗായത്രി എന്നാണ് അവരുടെ പേര്. മാമോട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ആദ്യം ജസ്റ്റ് അവർ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റെ ജനിച്ച സമയം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് പറഞ്ഞു. നോറ പറഞ്ഞത് ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സ്ഥലവുമാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ഇവർ പറയുന്നു ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയവുമാണ് ചോദിച്ചതെന്ന് പറയുന്നു. സ്ക്രിപ്റ്റ് പോകുന്ന പോക്കേ. രണ്ടുപേർക്കും വീടിൻ്റെയാണ് പ്രശ്നമായിരുന്നു. വീട് മേടിക്കാനും വീട് വെക്കാനൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇത് ഇവരുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ പാറ്റേൺ ആണ്. ഈ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെ, ഫാമിലി വ്ളോഗേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർ വീടിൻ്റെ കഥയോ അല്ലെങ്കിൽ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ചെയ്യിപ്പിക്കുമ്പോൾ കല്യാണം കഴിയാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അത് ഇവരോട് സംസാരിച്ചതിന് ശേഷം മാറിയത്. ഇങ്ങനെ എന്താണോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച് സ്റ്റോറി ഉണ്ടാക്കി കൊടുക്കുക, ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക, അത് ഇവർ പ്രൊമോട്ട് ചെയ്യും. ഇവർക്ക് പേയ്മെൻറ്റും കിട്ടും. കാശിന് വേണ്ടി സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറ്റിക്കുന്ന ഒരു തേർഡ് റേറ്റ് പരിപാടി. ഓക്കെ, അതിന് പറയുന്ന പേര് പ്രമോഷൻ. എന്നാൽ ഇതിനകത്ത് എവിടെയെങ്കിലും പ്രമോഷൻ എന്ന് പറയുന്നുണ്ടോ? എവിടെയും പറയുന്നില്ല. ഇവരുടെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഇവരുടെ ലൈഫിൽ വീട് വെക്കാൻ എടുത്ത സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പറയുന്നത്. ഈ സ്ട്രഗിൾ ആണോ വീട് വെക്കാൻ എടുത്തത്? ഈ ആപ്പ് ഉപയോഗിച്ചപ്പോഴാണോ ഈ വീട് പണി കംപ്ലീറ്റ് ആയത് എന്ന് ശ്രീകുട്ടിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ശ്രീകുട്ടിയുടെ വീട്ടിന് തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട്. ആ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് ഒരു ഓണത്തിന്. അവിടെ അന്നാണ് ഞാൻ അറിയുന്നത് ഇപ്പോഴത്തെ ശ്രീകുട്ടിയാണ് താമസിക്കുന്നത്. 3 വർഷം മുൻപാണ് ഈ പറയുന്ന ശ്രീകുട്ടി ഹോം ടൂർ ചെയ്തത്. ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു. പക്ഷേ ശ്രീകുട്ടി ഇതിന് ശേഷം വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ അതൊരു പ്രൊമോഷനായിട്ട് തന്നെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടപ്പോഴാണ്, അതൊരു ഒരുതരം ന്യായീകരണം തന്നെയാണ്. അത് കണ്ടപ്പോഴാണ് ഇത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. നമുക്ക് തന്നെ ശ്രീകുട്ടിക്ക് പറയാനുള്ള ബാക്കിയോടെ കേൾക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്തം വിട്ട് വായും തുറന്നിരുന്നു കേട്ടോ. കാരണം അവർ എൻ്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാം എന്നുള്ളൊരു ചിന്തയായി എനിക്ക്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തപ്പോൾ അവർ കുറച്ച് അതെന്തിനാണ് ഷെയർ ചെയ്യുന്നത്? അവർക്ക് അറിയാൻ പറ്റില്ലേ? ഡേറ്റ് ഓഫ് ബർത്തും സമയവും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ ടീമിന് എന്താ നിങ്ങളുടെ വിഷയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറയേണ്ട കാര്യം എന്താണ്? അവർക്കത് ഗണിച്ചറിയാൻ പറ്റില്ലായിരുന്നോ? ശരിക്കും ശ്രീകുട്ടി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനിത് ഉപയോഗിച്ചിട്ടാണോ ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത്? അത് വെറുതെ കാശിന് വേണ്ടിയാണോ? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ വർഷങ്ങളായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ, അവരെ നിങ്ങൾ എന്തിനാണ് ചീറ്റ് ചെയ്യുന്നത്? 10,000 അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് വേണ്ടി വർഷങ്ങളായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ പല പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് തരുന്നു, അത് ഉപയോഗിച്ചില്ലയോ? പക്ഷേ നിങ്ങളുടെ ആൾക്കാർ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. എത്ര പേര് അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടാവും? പല ആൾക്കാരും അതുകൊണ്ട് അവർക്ക് ദോഷം വന്നാൽ പോലും ചിലപ്പോൾ പുറത്ത് പറഞ്ഞൊന്നും വരില്ല. ബാക്കിയേക്കാം. ഒരു 2 സൊല്യൂഷൻ എന്നോട് പറഞ്ഞു. ഒരു 9 ദിവസം, ഒരു 9 days ഇതൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി, ഞാനതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അവിടെ ടോക്കൺ കൊടുക്കാൻ പറ്റും. ആ സ്ഥലം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കും. നെക്സ്റ്റ് ഇയർ ഇന്ന മാസം നിങ്ങൾ വീട് സ്വന്തമാക്കും, നിങ്ങളുടെ വീട്ടിൽ താമസമാകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു അവസാന പിടിവള്ളി എന്നുള്ള രീതിയിൽ ഞാൻ ശരി അവർ പറഞ്ഞ രീതിയിൽ 9 ദിവസം ആ ഒരു 2 സൊല്യൂഷൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തൊരു 17-18 days ആയപ്പോൾ അവർ പറഞ്ഞ അതേ ആ ഒരു ഡേറ്റിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. അതിനെക്കാട്ടി സന്തോഷം അടുത്ത വർഷം അവർ ആ പറഞ്ഞ സമയം ആ മാസത്തിൽ തന്നെ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാനും പറ്റി കേട്ടോ. എന്താ അത്ഭുതം അല്ലേ? ശ്രീകുട്ടിക്ക് ഈ കഥ ഒന്നുകൂടി ഇതേപോലെ പറയാൻ പറ്റുമോ? സത്യമാണെങ്കിൽ പറയാൻ പറ്റും, ഇത് കള്ളമാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതേപോലെ എന്തിനാണ് നിങ്ങൾ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെന്നോ പ്രൊമോട്ട് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ജെന്യൂൻ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക. എന്തിനാണ് ഈ ഉഡായിപ്പ് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്? നമുക്കിനി ശ്രീകുട്ടിയുടെ ഹോം ടൂർ ഒന്ന് കണ്ടു നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞൊരു സന്തോഷം നിങ്ങളുമായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. 3 വർഷം മുൻപാണ് ഈ വീടിൻ്റെ ഹോം ടൂർ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് 3 years എന്ന് പറഞ്ഞിട്ട്, 3 years ago എന്ന് പറഞ്ഞിട്ട്. നോക്കാം. അപ്പോൾ സന്തോഷം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എൻ്റെ ഈ കുഞ്ഞ് വലിയ വീട് നിങ്ങളുമായിട്ട് ഒന്ന് കാണിക്കാമെന്ന് കരുതി. കാണിക്കാൻ വളരെ കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ വീട് കാണണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെ ആഗ്രഹമുള്ളവരെ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇതാണ് എൻ്റെ കുഞ്ഞ് വലിയ വീട്. മഴ പൊടിയുന്നുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വീടില്ലേ, അവിടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടെ വന്നപ്പോഴാണ് ഇപ്പുറത്തെ ശ്രീകുട്ടിയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. അന്ന് പുതിയ വീടായിരുന്നു, പുത്തൻ വീടായിരുന്നു. അപ്പോൾ അന്ന് ആസ്ട്രോടോക്ക് സംസാരിച്ചോ, ആസ്ട്രോടോക്കുമായിട്ട് സംസാരിച്ചോ, അല്ലെങ്കിൽ അവിടുത്തെ അസ്ട്രോളജറുമായിട്ട് സംസാരിച്ചിട്ടാണോ ചെയ്തത്? ഒന്നുമല്ല. ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊമോഷൻ മാത്രം. ഇനി ഇതിൻ്റെ ഒരു ന്യായീകരണോടെ ശ്രീകുട്ടി വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പുച്ഛമാണ്, നിങ്ങളൊക്കെ വേണേ കണ്ടാൽ മതി എന്നൊരു രീതിയാണ്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ട് ആസ്ട്രോടോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അയ്യോ ശ്രീകുട്ടി ഭയങ്കര ജെനുവിൻ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമോ, അത് വേണം, അങ്ങനെ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ കമൻസ് കേട്ടോ. ശ്രീകുട്ടി ഒരു പ്രത്യേകതയുണ്ട്, നെഗറ്റീവ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ അവരെല്ലാം മോശക്കാരാണ്. എല്ലാവരും അങ്ങോട്ട് പുകഴ്ത്തിക്കോണം, പോസിറ്റീവ് പറഞ്ഞോണം, നെഗറ്റീവ് ആരും പറയാൻ പാടില്ല. എന്നാൽ അവൻ്റെ കാര്യം ചെയ്യും, കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തേക്ക്. അപ്പോൾ പിന്നെ കേൾക്കണ്ടല്ലോ, നെഗറ്റീവ് ആരും പറയത്തില്ല. എടോ, ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ, ഉടായ്പ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ് പറയുന്നത്, നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് പറയുന്നത്, മനസ്സിലാവുന്ന ആൾക്കാർ. മനസ്സിലാവാത്ത ആൾക്കാർ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ അതിലുള്ള സംഭവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നാൽ ഒന്നും തന്നെ അവിടെ നടക്കത്തില്ല. അത് വെറും ഒരു കാശ് ഉണ്ടാക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. ആർക്ക്? അതിൻ്റെ ഫൗണ്ടർക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക്. അല്ലാതെ ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തു വെച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു ഉപയോഗമില്ല. ബാക്കി പറ. ഇത് എൻ്റെ ഒരു ജോലിയാണ് അല്ലേ? അപ്പോൾ എന്ത് നാട്ടുകാരെ പറ്റിക്കുന്നതോ, ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതോ, അതാണ് നിങ്ങളുടെ ജോലി? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഒരുപാട് പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ടി വിയിൽ പരസ്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ പരസ്യങ്ങൾ കണ്ട ആൾക്കാർ പോയി സാധനം മേടിക്കുന്ന പോലെയല്ല നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരാൾ പോയി സാധനം മേടിക്കുന്നത്. വ്യത്യാസമുണ്ട്. കാര്യം ഇത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ആൾക്കാർ പോകുന്നതാണ്. അപ്പോൾ ആ ട്രസ്റ്റ് നിങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ്. ബാക്കിയേക്ക് എനിക്ക് അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത്. ഞാൻ ഈ ജോലിയുടെ ഭാഗം എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരെ പറ്റിച്ച് ചെയ്യുന്നതാണോ, പറ്റിക്കുന്നതാണോ നിങ്ങളുടെ ജോലി? അങ്ങനെ കാശുണ്ടാക്കുന്നതാണോ നല്ലത്? നിങ്ങൾക്ക് കാശ് കിട്ടുമ്പോൾ കുറച്ച് നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാളുടെയെങ്കിലും കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. നിങ്ങൾ കൊളാബ് ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ കൊളാബ് വഴി നിങ്ങൾ പ്രൊമോഷൻ ചെയ്യേണ്ടെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അത് ജെന്യൂൻ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യും. കാർ ഷോപ്പ് ഒരു സമയത്ത് ട്രെൻഡായിരുന്നു, ഇപ്പോൾ അധികം കാണാനില്ല. ഇപ്പോഴും പരസ്യങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അധികം കണ്ണിപ്പെടുന്നില്ല. അത് ഇത് തന്നെ അവസ്ഥ. ഒരു ഫേക്ക് പ്രോഡക്റ്റ് 180 രൂപ 210 രൂപ എന്തോ അതിൻ്റെ വില ഉള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ട് എല്ലാം മാർക്കറ്റ് ചെയ്യുകയാണ്. എന്തിനാണ് നിങ്ങൾ ആരെയാണ് പറ്റിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നത്? നിങ്ങളുടെ ഫോളോവേഴ്സിനെ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു അല്പമെങ്കിലും ലജ്ജ തോന്നില്ല അതിൽ? ബാക്കിയേക്കാം. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കൊളാബറേഷൻസ് വരുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടി വിയിൽ എന്തെല്ലാം പരസ്യം കാണുന്നു, എന്തെല്ലാം പരസ്യം, അപ്പോൾ അതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വ്യത്യാസമുണ്ട് ശ്രീകുട്ടി. അതായത് ഇപ്പോൾ ടി വിയിൽ ഒരു പരസ്യം കാണുമ്പോൾ അതിനകത്ത് അഭിനയിക്കുന്നത് ഇപ്പോൾ ആക്ടേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ആക്ട്രസ്മാരായിരിക്കും. അവർ പരസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടി വി കാണുന്നത് പരസ്യമാണെന്ന് അറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താ ചെയ്തേക്കുന്നത്? നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു പ്രശ്നം, നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റാതെ നിന്ന സാഹചര്യം, ആ സാഹചര്യത്തെ നിങ്ങൾ ആസ്ട്രോ ടോക്ക് വഴി സംസാരിച്ച് അവിടെ നിന്ന് കിട്ടിയ ഉപദേശം വഴി നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങൾ വീട് വെച്ചു. അതൊരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നടന്നതായിട്ട്. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഫോളോവേഴ്സ്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചിന്തിക്കും? അവർക്കത് അങ്ങനെ സംഭവിച്ചെങ്കിൽ എനിക്കത് ചെയ്യാമല്ലോ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പോകും. നിങ്ങളത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. പക്ഷെ മറ്റത് പരസ്യമാണെന്ന് അറിയാം. ഇവിടെ നിങ്ങളിത് പരസ്യമാണെന്നോ പ്രൊമോഷൻ ആണെന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു വ്ളോഗായിട്ടാണ് ചെയ്തേക്കുന്നത്, ഒരു 10-15 മിനിറ്റുള്ള ഒരു വ്ളോഗായിട്ട്. ഓക്കെ, അതാണ് വ്യത്യാസം. ആരോട് പറയാനല്ലേ? ബാക്കി പറയാം. ആരും നിർബന്ധിക്കുന്നില്ല പരസ്യത്തിൽ, നമ്മൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. നിങ്ങളതിൽ പറഞ്ഞിട്ടുണ്ടോ പ്രൊമോഷൻ ആണെന്ന്, പരസ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ വീഡിയോയിൽ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയും ഞാൻ കണ്ടില്ല ഇത് പരസ്യമാണെന്ന് പ്രൊമോഷൻ ആണെന്ന് ശ്രീകുട്ടി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. സ്വാഭാവികമായിട്ടും അവർ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും, ഉറപ്പായിട്ടും ആവും, കുറച്ച് പേരെങ്കിലും, സാധാരണക്കാരായിട്ടുള്ള കുറച്ച് പേര്. കാരണം നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും വീട്ടമ്മമാരാണ്. അവർ ഈ പറഞ്ഞ പരിപാടികൾക്ക് ചാടി പുറപ്പെടും. ഓക്കെ, ചിന്തിക്കില്ല. ബാക്കി അതെന്റെ ജോലിയുടെ ഭാഗമാണ്, അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാശ് തരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ആട്ടിൻ കാശ് എടുത്ത് ശ്രീകുട്ടി കഴിക്കൂ? ഇല്ലല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് ഒരു ഫേക്ക് പ്രോഡക്റ്റ് ആണ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ നിങ്ങളത് ചെയ്യത്തില്ല. വരുന്ന കൊളാബറേഷൻസ് എല്ലാം എടുക്കാതെ അതിനകത്ത് ജെന്യൂൻ പ്രോഡക്റ്റ് മാത്രം നോക്കി എടുക്കാമല്ലോ അല്ലേ? അതല്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി ചെയ്യുന്നതെല്ലാം ഫേക്ക് പ്രോഡക്റ്റ് ആണെന്നല്ലേ ആൾക്കാർ വിചാരിക്കുള്ളൂ. നിങ്ങൾക്കിപ്പോൾ എന്താ അല്ലേ? നിങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു, നിങ്ങൾ ഷാമ്പൂ പറയുന്നു, നിങ്ങൾ സൺസ്ക്രീൻ പറയുന്നു, നിങ്ങൾ ഫേസ് വാഷ് പറയുന്നു. ഇത് ജെന്യൂൻ ആണോ ജെന്യൂൻ അല്ലേ? ആൾക്കാർ വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ചോണം, വേണമെങ്കിൽ വേണ്ട എന്ന ഒരു കൺസെപ്റ്റാണ് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാത്തത്, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ അത് വാങ്ങിക്കും. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവരോടും പുച്ഛമാണ്. നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ, നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് പുച്ഛമാണ്. നിങ്ങൾ മാത്രം പെർഫെക്റ്റ്, ഞാൻ പറയുന്നത് മാത്രം ശരി, ബാക്കി എല്ലാവരും മണ്ടന്മാരാണ്. ആ ഒരു കൺസെപ്റ്റാണ് നിങ്ങൾക്കുള്ളത്.
പല വീഡിയോയിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ആരും നിർബന്ധിച്ച് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ കമന്റ്സ് ഇടുമ്പോ ഒന്ന് ആലോചിക്കാതെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. നമുക്കത് എന്ത് ജോലിയുടെ ഭാഗമെന്നായി പറയുന്നത്? ഒരു ഫേക്കായ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ആണോ നിങ്ങളുടെ ജോലി? കഷ്ടമുണ്ട് ഈ ന്യായീകരണത്തിന്. കഷ്ടം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഇങ്ങനെ ന്യായീകരിക്കുന്നത് ജോലിയുടെ ഭാഗം. വേണമെങ്കിൽ അത് ചെയ്താൽ മതി. അവര് ഇടുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രൊമോഷൻസ് ഒക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അത് മാറ്റി കളഞ്ഞാൽ പോരെ. എന്തിനാണ് അതിന് ഇത്രയേറെ നെഗറ്റീവ് കമന്റ്സ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫേക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്താൽ നെഗറ്റീവ് കമൻറ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ മിസ്റ്റേക്ക് ആദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതിന് മുൻപും പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ അതിനെ ന്യായീകരിക്കാറുണ്ട്. സമ്മതിക്കണം കേട്ടോ. ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രൊമോഷൻ അല്ല എടുത്ത വിഷയം, നിങ്ങൾ പറഞ്ഞ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് പറയാം, ഞാൻ എൻ്റെ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെട്ടു, സോ അതുവഴി എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അത് പരസ്യമാണെന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു വിഷയം, ഒരു ഇൻസിഡൻറ്റ് അതുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ ആ സ്റ്റോറി ഉണ്ടാക്കിയത്? എന്ത് വിശ്വസിപ്പിക്കുന്ന ലെവലാണ് നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ചത്? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നിങ്ങൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ട്, ആസ്ട്രോടോക്ക് എന്നാണ് പേര്, ഞാൻ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ അത് പ്രൊമോഷൻ. ഇത് നിങ്ങൾ പർപ്പസ്ഫുള്ളി ഒരു സ്റ്റോറി, ഒരു കുക്ക്ഡപ്പ് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നടന്ന സ്റ്റോറി എന്ന രീതിയിൽ നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അത് തെറ്റാണ്. ഞാൻ ഇനി ഈ വീഡിയോയുടെ ബാക്കിയൊന്നും വെക്കുന്നില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ചതികൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.